പഴയ വള്ളുവനാടൻ ഗ്രാമങ്ങളുടെ അതിരുകളിൽ ആധുനികതയുടെ വെളിച്ചം എത്തിനോക്കാൻ ഭയപ്പെടുന്ന ഒരിടമുണ്ടായിരുന്നു. കർണൻകോട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മുതിർന്നവർ ശബ്ദം താഴ്ത്തും. കുട്ടികൾ അമ്മമാരുടെ മാറിലേക്ക് ഒളിക്കും. ആ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്ക് കാടു പിടിച്ചു കിടക്കുന്ന 5 ഏക്കർ പറമ്പിന് നടുവിലാണ് കർണൻകോട് മന സ്ഥിതി ചെയ്യുന്നത്. കരിങ്കല്ല് പാകിയ ചുമരുകളും ചിതലരിച്ച തേക്ക് തടിയുടെ വാതിലുകളും പായൽ പിടിച്ച നാലുകെട്ടുമൊക്കെയുള്ള ഒരു പഴയ ജന്മി വീട്. ഏതാണ്ട് അരനൂറ്റാണ്ടായി ആ മന അടഞ്ഞു കിടക്കുകയാണ്. അവിടുത്തെ അവസാനത്തെ തലമുറക്കാരനായ മാധവൻ നമ്പൂതിരി ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചതിനു ശേഷം ആരും ആ പടി കടന്നിട്ടില്ല. എന്നാൽ കഥകൾ അവിടെ അവസാനിക്കുന്നില്ല, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ കഥ തിരുവനന്തപുരത്ത് IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന രാഹുൽ, അവൻ്റെ സുഹൃത്തുക്കളായ വിഷ്ണു, അനന്യ, നിഖിൽ എന്നിവരിലൂടെയാണ് വികസിക്കുന്നത്. ഒരു നീണ്ട വാരാന്ത്യം ആഘോഷിക്കാൻ വ്യത്യസ്തമായ ഒരിടം തിരഞ്ഞ അവർ എത്തിപ്പെട്ടത് കർണൻകോടാണ്. ഒരു ഹൊറർ വ്ലോഗ് ചാനൽ നടത്തുന്ന നിഖിലിൻ്റെ നിർബന്ധപ്രകാരമാണ് അവർ ആരും വരാൻ മടിക്കുന്ന ആ ശാപഗ്രസ്തമായ മണ്ണിലേക്ക് വണ്ടി തിരിച്ചുവിട്ടത്. എടാ നിഖിലേ, നമ്മൾ പോകുന്ന വഴി അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. GPS സിഗ്നൽ ഒക്കെ പോയിട്ട് കുറച്ച് നേരമായി. കാർ ഓടിച്ചിരുന്ന വിഷ്ണു ആകുലതയോടെ പറഞ്ഞു. നീ പേടിക്കാതിരിയടാ വിഷ്ണു. കാറിൻ്റെ മുൻസീറ്റിലിരുന്ന് ക്യാമറ ലെൻസ് തുടച്ചുകൊണ്ട് നിഖിൽ പറഞ്ഞു. ഇൻ്റർനെറ്റിൽ കർണൻകോട് മനയെക്കുറിച്ച് അത്രയധികം കഥകളുണ്ട്. അവിടെ പോയി ഒരു ലൈവ് സ്ട്രീം ചെയ്താൽ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് 1,00,000 കടക്കും. പിൻസീറ്റിലിരുന്ന് അനന്യ രാഹുലിൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. അവൾക്ക് തുടക്കം മുതലേ ഈ യാത്രയിൽ ഒരു അശുഭലക്ഷണം തോന്നിയിരുന്നു. പുറത്ത് നേരം ഇരട്ടി തുടങ്ങിയിരുന്നു. വലിപ്പമേറിയ കരിമ്പനകളും കാട്ടുചെടികളും നിറഞ്ഞ വഴിയിലൂടെ ഇരുവശത്തു നിന്നും ചില്ലറക്കാറ്റിൽ ഇലകൾ മർമ്മരം പൊഴിച്ചുകൊണ്ടിരുന്നു. വണ്ടി പെട്ടെന്ന് ഒരു വലിയ ഇരുമ്പ് ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. തുരുമ്പെടുത്ത് വള്ളിച്ചെടികൾ പടർന്നു കയറിയ ഒരു പഴയ ഗേറ്റ്. അതിനപ്പുറം കറുത്ത നിഴൽ പോലെ കർണൻകോട് മന ദൃശ്യമായിരുന്നു. അവർ വണ്ടിയിൽ നിന്നിറങ്ങി. വായുവിന് ഒരു പ്രത്യേകതരം തണുപ്പും ഒപ്പം കരിഞ്ഞുണങ്ങിയ പൂക്കളുടെ മണവുമുണ്ടായിരുന്നു. നമുക്ക് തിരിച്ചു പോയാലോ? അനന്യയുടെ ശബ്ദം വിറച്ചു. ഹേയ്, ഇവിടെ വരെ വന്നിട്ടോ? വാ, നമുക്ക് ഒന്ന് കാണാം. രാഹുൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഒരു വൃദ്ധൻ അവർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. കയ്യിലൊരു പഴയ റാന്തൽ വിളക്കുണ്ടായിരുന്നു. വെളുത്ത മുടിയും കുഴിഞ്ഞ കണ്ണുകളുമുള്ള അയാൾ അവരെ രൂക്ഷമായി നോക്കി. ആരാ നിങ്ങൾ? ഈ സമയത്ത് ഇവിടെ ആരും വരാൻ പാടില്ല. തിരിച്ചു പോകൂ മക്കളെ. അയാളുടെ ശബ്ദത്തിൽ ഭയവും മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാ ഇതൊന്ന് കാണാൻ വന്നതാ മുത്തശ്ശ. ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ താമസിച്ചോട്ടെ? നിഖിൽ ചോദിച്ചു. വൃദ്ധൻ ഉറക്കെ ചിരിച്ചു. ആ ചിരി ആ കാട്ടിൽ ഭീതിജനകമായി പ്രതിധ്വനിച്ചു. താമസമോ? ഈ മനയിൽ ജീവനുള്ളവർക്ക് താമസിക്കാൻ കഴിയില്ല. ഇത് മൺമറഞ്ഞു പോയവരുടെ ഇടമാണ്. രാത്രി 12 മണി കഴിഞ്ഞാൽ ഇവിടെ കേൾക്കുന്ന ശബ്ദങ്ങൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കരുത്. കൊടുത്താൽ പിന്നെ നിങ്ങളുടെ ജീവൻ ഈ മണ്ണിൽ ഒടുങ്ങും. അത്രയും പറഞ്ഞ് അയാൾ ഇരുട്ടിലേക്ക് നടന്നുപോയി. നിമിഷങ്ങൾക്കകം അയാൾ എങ്ങോ അപ്രത്യക്ഷനായി. വട്ടാണ് കിളവന്, നിഖിൽ പുച്ഛത്തോടെ പറഞ്ഞു. ഗേറ്റ് തള്ളിത്തുറന്ന് അവർ ഉള്ളിലേക്ക് പ്രവേശിച്ചു. മനയുടെ പൂമുഖത്തേക്ക് കയറുന്ന പടികളിൽ കാട്ടുപുല്ലുകൾ വളർന്നു നിന്നിരുന്നു. പ്രധാന വാതിൽ ഒരു പഴയ പൂട്ടാൽ പൂട്ടിയ നിലയിലായിരുന്നു എങ്കിലും അല്പം ബലം പ്രയോഗിച്ചപ്പോൾ അത് തനിയെ തുറന്നു. ഉള്ളിൽ നിന്ന് കാലപ്പഴക്കത്തിൻ്റെ ഒരു വല്ലാത്ത ഗന്ധം പുറത്തേക്ക് തള്ളി വന്നു. ടോർച്ച് വെളിച്ചത്തിൽ അവർ ഉള്ളിലേക്ക് നടന്നു. വലിയ തൂണുകൾ തങ്ങി നിൽക്കുന്ന പൂമുഖം, അതിനപ്പുറം വിശാലമായ നാലുകെട്ട്. നടുമുറ്റത്ത് ആകാശം കാണാമായിരുന്നു. അവിടുത്തെ തുളസിത്തറ ഉണങ്ങി വരണ്ട് കിടക്കുന്നു. എന്തൊരു ആർക്കിടെക്ചർ! പണ്ടത്തെ ആളുകളുടെ ഒരു പ്രൗഢി നോക്കിക്കേ. രാഹുൽ ചുമരുകളിലെ പഴയ ചിത്രങ്ങൾ നോക്കി പറഞ്ഞു. എന്നാൽ വിഷ്ണുവിൻ്റെ ശ്രദ്ധ മുകളിലത്തെ നിലയിലുള്ള മരഗോവണിയിലായിരുന്നു. അവിടെ നിന്ന് ആരോ തങ്ങളെ നോക്കി നിൽക്കുന്നത് പോലെ അവന് തോന്നി. ടോർച്ചടിച്ചു നോക്കിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ നാലുകെട്ടിൻ്റെ ഒരു വശത്തുള്ള വലിയ ഹാളിൽ തങ്ങളുടെ ബാഗുകൾ വെച്ചു.
നിഖിൽ ഉടൻ തന്നെ ക്യാമറയും ട്രൈപോഡും സെറ്റ് ചെയ്ത് ലൈവ് സ്ട്രീമിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഭീതിജനകമായ കർണൻകോട് മനയിലാണ്. നിഖിൽ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിച്ചു തുടങ്ങി. സമയം രാത്രി 10 മണി കഴിഞ്ഞു. അന്തരീക്ഷം കൂടുതൽ തണുത്തു. എവിടെയോ ഒരു മൂങ്ങ ഭയാനകമായി മൂളുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കാറ്റില്ലാതിരുന്നിട്ടും 4 കെട്ടിൻ്റെ വടക്കേ വശത്തെ ഒരു വാതിൽ ശക്തിയായി അടഞ്ഞു. ഠേ! അനന്യ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് രാഹുലിനെ കെട്ടിപ്പിടിച്ചു. സാരമില്ലടാ, അത് വെറും കാറ്റായിരിക്കും, രാഹുൽ പറഞ്ഞു. പക്ഷേ അവനും ഉള്ളിലൊരു ഭയം തോന്നിത്തുടങ്ങിയിരുന്നു. കാരണം ആ സമയത്ത് അവിടെ ഒട്ടും കാറ്റുണ്ടായിരുന്നില്ല. അവർ കൊണ്ടുവന്ന ലഘുഭക്ഷണം കഴിച്ച് സമയം തള്ളി നീക്കി. രാത്രി 11 മണിയായപ്പോഴേക്കും എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങി. നിഖിൽ മാത്രം ക്യാമറയും നോക്കിയിരിക്കുകയായിരുന്നു. നമുക്കിവിടെ കിടക്കാം, നാളെ രാവിലെ തന്നെ തിരിക്കാം, വിഷ്ണു പറഞ്ഞു. അവർ ഹാളിൽ പായ വിരിച്ച് കിടന്നു. ചുറ്റും ഘനാന്ധകാരം. ടോർച്ചിൻ്റെ വെളിച്ചം മാത്രം അവിടെ ഇവിടെയായി മിന്നിമറഞ്ഞു. കൃത്യം 12 മണി. മനയുടെ എവിടെയോ ഉള്ള ഒരു പഴയ ക്ലോക്കിൽ നിന്ന് മണിമുഴക്കം കേട്ടു. 12 വട്ടം ആ ശബ്ദം മുഴങ്ങി. പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് ചിലമ്പൊലി ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആരോ നടന്നു നീങ്ങുന്ന ശബ്ദം. രാഹുൽ പെട്ടെന്ന് കണ്ണു തുറന്നു. അവൻ വിഷ്ണുവിനെ വിളിച്ചു. വിഷ്ണു, നീ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ട് രാഹുൽ, എനിക്ക് പേടിയാവുന്നു. വിഷ്ണു പുതപ്പ് തലവഴി മൂടിക്കിടന്നു. നിഖിൽ ആവേശത്തോടെ എഴുന്നേറ്റു. ഇതാണ് എനിക്ക് വേണ്ടത്, യഥാർത്ഥ ഗോസ്റ്റ് ഹണ്ടിങ്. അവൻ ക്യാമറയുമായി മുകളിലേക്ക് നടക്കാനാഞ്ഞു. വേണ്ട നിഖിൽ, ആ വൃദ്ധൻ പറഞ്ഞത് ഓർമ്മയില്ലേ? രാത്രി 12-ന് ശേഷം ഒന്നും ചെയ്യാൻ നിൽക്കരുത്, അനന്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ നിഖിൽ കേട്ടില്ല. അവൻ ഗോവണി കയറി മുകളിലേക്ക് പോയി. രാഹുലും വിഷ്ണുവും അവന് പിന്നാലെയും. മുകളിലത്തെ നിലയിലെത്തിയപ്പോൾ തണുപ്പ് അസഹനീയമായിരുന്നു. അവിടുത്തെ ഒരു മുറിയുടെ വാതിൽ പകുതി തുറന്ന് കിടന്നിരുന്നു. അതിനുള്ളിൽ നിന്ന് ഒരു പഴയ സുഗന്ധദ്രവ്യത്തിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു. ദേവി പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കളഭത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മണം. മുറിക്കുള്ളിലേക്ക് ടോർച്ചടിച്ച നിഖിൽ മരവിച്ചു പോയി. അവിടെ ഒരു വലിയ കണ്ണാടി ഉണ്ടായിരുന്നു. ആ കണ്ണാടിയിൽ നിഖിലിൻ്റെ പ്രതിബിംബത്തിന് പുറമെ അവൻ്റെ തൊട്ടു പിന്നിലായി ഒരു സ്ത്രീരൂപം നിൽക്കുന്നത് കാണാമായിരുന്നു. കറുത്ത പട്ടുസാരിയുടുത്ത് നീണ്ട മുടി അഴിച്ചിട്ട ചോരയൊലിക്കുന്ന കണ്ണുകളുള്ള ഒരു സ്ത്രീ. നിഖിൽ തിരിഞ്ഞു നോക്കി. പക്ഷെ പിന്നിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ കണ്ണാടിയിൽ ആ രൂപം അവനെ നോക്കി ക്രൂരമായി ചിരിക്കുകയായിരുന്നു. ആരാ നീ? നിഖിൽ പേടിച്ച് നിലവിളിച്ചു. ആ നിമിഷം കണ്ണാടിയിലെ രൂപം കൈകൾ മുന്നോട്ട് നീട്ടി. കണ്ണാടിയുടെ ഉപരിതലം ദ്രാവകം പോലെയായി മാറുകയും അതിൽ നിന്ന് 2 കറുത്ത കൈകൾ പുറത്തേക്ക് വന്ന് നിഖിലിൻ്റെ കഴുത്തിൽ മുറുക്കുകയും ചെയ്തു. നിഖിൽ! രാഹുലും വിഷ്ണുവും ഓടിച്ചെന്ന് അവനെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു അദൃശ്യ ശക്തി അവരെ ദൂരേക്ക് തെറിപ്പിച്ചു. നിഖിലിൻ്റെ ശ്വാസം നിലച്ചു തുടങ്ങി. അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. പെട്ടെന്ന് ആ കൈകൾ അവനെ കണ്ണാടിയുടെ ഉള്ളിലേക്ക് വലിച്ചടുപ്പിച്ചു. കണ്ണാടി പൊട്ടിത്തകർന്നു. നിഖിൽ നിലത്തു വീണു. അവൻ്റെ കഴുത്തിൽ കറുത്ത വിരലടയാളങ്ങൾ പതിഞ്ഞിരുന്നു. അവൻ ബോധരഹിതനായി താഴെ വീണു. നിഖിൽ, എഴുന്നേൽക്കടാ, രാഹുൽ അവൻ്റെ നെഞ്ചിൽ തട്ടി വിളിച്ചു. പക്ഷേ ചലനമില്ലായിരുന്നു. അവൻ മരിച്ചു രാഹുൽ, നമുക്കിവിടെ നിന്ന് ഓടാം, വിഷ്ണു നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. അവർ നിഖിലിൻ്റെ ശരീരം അവിടെ ഉപേക്ഷിച്ച് താഴേക്കോടി. താഴെ ഹാളിൽ അനന്യ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. മുകളിലെ ബഹളം കേട്ട് അവൾ കരയുകയായിരുന്നു. അനന്യ, വാ, നമുക്കിവിടെ നിന്ന് പോകണം. നിഖിൽ. രാഹുലിന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവർ 3 പേരും പ്രധാന വാതിലിലേക്കോടി. എന്നാൽ അവർ വന്നപ്പോൾ തുറന്നു കിടന്നിരുന്ന ആ വലിയ തടിവാതിൽ ഇപ്പോൾ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അത് തുറക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, ഇത് തുറക്കുന്നില്ല, വിഷ്ണു വാതിലിൽ ശക്തിയായി ഇടിച്ചു. പെട്ടെന്ന് 4 കെട്ടിൻ്റെ നടുമുറ്റത്ത് നിന്ന് ഒരു സ്ത്രീയുടെ വിലാപം കേട്ടു. അത് ക്രമേണ ഒരു ഭ്രാന്തമായ ചിരിയായി മാറി. ആരും പോവില്ല, ഈ കർണൻകോടിൻ്റെ മണ്ണിൽ വന്നവർ ആരും തിരിച്ചു പോയിട്ടില്ല. അവർ തിരിഞ്ഞു നോക്കി.
നടുമുറ്റത്തെ ഇരുട്ടിൽ വായുവിൽ ഉയർന്നു നിൽക്കുന്ന ആ സ്ത്രീരൂപം അവർ കണ്ടു. അത് ആ മനയിലെ പഴയ ജന്മിയുടെ മകളായ ഭദ്ര തമ്പുരാട്ടിയുടെ ആത്മാവായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് പ്രണയ നൈരാശ്യം കാരണം ഈ നാലുകെട്ടിലെ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത ഭദ്ര. അവളുടെ ആത്മാവ് പ്രണയത്തോടും ജീവനുള്ളവരോടും പ്രതികാരം ചെയ്യാൻ ആ മനയിൽ തന്നെ അലഞ്ഞു തിരിയുകയായിരുന്നു. ഭദ്രയുടെ രൂപം അനന്യയുടെ നേർക്ക് തിരിഞ്ഞു. നിന്റെ ചോര, നിന്റെ യൗവനം, അതെനിക്ക് വേണം. അവൾ വായുവിൽ പറന്ന് അനന്യയുടെ അടുത്തേക്കടുത്തു. രാഹുൽ കയ്യിലിരുന്ന ഒരു ഇരുമ്പ് വടിയെടുത്ത് ആ രൂപത്തിന് നേരെ വീശി. എന്നാൽ അത് വായുവിൽ വെറുതെ കടന്നുപോയി. ഭദ്രയുടെ ആത്മാവ് രാഹുലിനെ ഒരു ചുമരിലേക്ക് തെറിപ്പിച്ചു. അവൻ തലയിടിച്ചു വീണു, ബോധം മറഞ്ഞു. രാഹുലിന് ബോധം വരുമ്പോൾ നേരം വെളുക്കാറായിരുന്നു. ചുറ്റും കനത്ത മൂടൽമഞ്ഞായിരുന്നു. അവൻ പതുക്കെ എഴുന്നേറ്റു. തലയിൽ നിന്ന് ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു, അനന്യ, അവൻ വിളിച്ചു. മറുപടിയില്ലായിരുന്നു. അവൻ നാലുകെട്ടിലേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച അവൻ്റെ ചോര മരവിപ്പിക്കുന്നതായിരുന്നു. നടുമുറ്റത്തെ ഉണങ്ങിയ തുളസിത്തറയ്ക്ക് സമീപം വിഷ്ണുവും അനന്യയും ചലനമറ്റ് കിടക്കുന്നു. അവരുടെ മുഖങ്ങളിൽ ഭയത്തിൻ്റെ ഭീകരമായ ഭാവങ്ങൾ തങ്ങി നിന്നിരുന്നു. അവരുടെ ശരീരത്തിലെ ചോര മുഴുവൻ ആരോ ഊറ്റിക്കുടിച്ചതുപോലെ വിളറി വെളുത്തിരുന്നു. രാഹുലിന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. തൻ്റെ സുഹൃത്തുക്കളെല്ലാവരും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ പ്രധാന വാതിലിന് നേരെ ഓടി. ഇപ്പോൾ ആ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അവൻ ജീവനും കൊണ്ട് പുറത്തേക്കോടി. ആ കാട്ടുപാതയിലൂടെ ഗേറ്റ് കടന്ന് അവൻ മെയിൻ റോഡിലേക്ക് ഓടി. വഴിയിൽ വെച്ച് ചില നാട്ടുകാർ അവനെ കണ്ടെത്തി ആശുപത്രിയിലാക്കി. പോലീസ് വന്ന് കർണൻകോട് മനയിൽ പരിശോധന നടത്തിയപ്പോൾ നിഖിലിൻ്റെയും വിഷ്ണുവിൻ്റെയും അനന്യയുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. എന്നാൽ മരണകാരണം എന്താണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. അത് കേവലം ഹൃദയസ്തംഭനമാണെന്ന് പറഞ്ഞ് അവർ കേസ് അവസാനിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും രാഹുൽ ആ ഞെട്ടലിൽ നിന്ന് മുക്തനായിട്ടില്ല. അവനിപ്പോൾ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. എപ്പോഴും അവൻ ചുവരിലേക്ക് നോക്കി ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. രാത്രി 12 മണിക്ക് ശേഷം ആ ചിലമ്പൊലി കേൾക്കാം. ഭദ്ര വരുന്നുണ്ട്, അവൾ എന്നെയും വിളിക്കുന്നുണ്ട്. കർണൻകോട് മന ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. കൂടുതൽ കാട് പിടിച്ച്, കൂടുതൽ ഉരുണ്ട്. ഇന്നും ആ വഴി പോകുന്നവർക്ക് രാത്രി 12 മണി കഴിഞ്ഞാൽ മനയ്ക്കുള്ളിൽ നിന്ന് ഒരു ചിലമ്പൊലിയും ഒപ്പം ഒരു സ്ത്രീയുടെ ഭീകരമായ ചിരിയും കേൾക്കാം. അവിടേക്ക് ഇനി ആരും പോകാറില്ല, ജീവനിൽ കൊതിയുള്ളവർ ആരും.